അപ്പൊ ഈ ഒരു സാധനം അടിച്ചാലും കളയരുത്. കളയുന്നവർക്ക് ഇതേണൊരു പണി കിട്ടാൻ സാധ്യത വളരെയധികം കൂടുതൽ. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും എയർ മോട്ടോ കെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൾട്രേഷൻ ചെയ്യുന്നതിനോട് കൂടെ തന്നെ ഈ ഒരു സാധനം ചില പയ്യന്മാർ ഇതിനെ അഴിച്ചു മാറ്റുന്നുണ്ട്. ലുക്കിന് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ ഇത് അഴിച്ചു മാറ്റുമ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അതായത് ഹെഡിനെ സിലിണ്ടറിന്റെ ഭാഗത്തായിട്ട് കൊടുത്തേക്ക് ഈ ഒരു ഫെനിക്സില് ഇതിന്റെ ഇവിടെ നിന്നുള്ള ഒരു എയർ വന്ന് തട്ടിയാണ് ഈ ഒരു എഞ്ചിന്റെ ഈ ഹെഡും ഇത് തണുക്കുന്നത്. അതായത് കാറ്റ് എയർ വന്ന് അടിച്ചാണ് ഈ ഒരു ഭാഗം തണുക്കാറ്. അപ്പൊ ഈ ഒരു സാധനം അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിക്ക് ഉണ്ടാവുന്ന എഞ്ചിൻ ഓവർ ഹീറ്റ് ഉണ്ടാവും. ഓവർ ഹീറ്റ് ഉണ്ടാവുകയും വണ്ടി എഞ്ചിൻ സൗണ്ട് വരികയും അതുപോലെ തന്നെ മൈലേജ് ഷോട്ട്, പുള്ളിങ് കുറവ് പോലുള്ള കംപ്ലൈന്റുകളൊക്കെ വരാൻ തുടങ്ങും. അതുപോലെ തന്നെ സിലിണ്ടർ കിറ്റും, പ്രധാനപ്പെട്ടതാണ് സിലിണ്ടർ കിറ്റും പെട്ടെന്ന് കംപ്ലൈന്റ് ആവും. നമ്മൾ പ്ലഗ് വരെ ഓവർ ഹീറ്റ് ആവും എന്നുള്ളൊരു കാര്യം. അതായത് ഇതിന്റെ ഒരു ഡിസ്റ്റൻസ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. വണ്ടി ഓടി പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടിയാണ് എയർ കൺട്രോൾ ചെയ്ത് ഈ പ്ലഗിലേക്കാണ് തണുപ്പിക്കുക. കൂടുതലും പ്ലഗിലേക്കാണ് ഇതിനെ തണുപ്പിക്കുക. തണുപ്പിക്കുന്നതോടൊപ്പം തന്നെ ഹെഡും കാര്യങ്ങളും എല്ലാം തണുപ്പിക്കാനും കൂടിയാണ് ഈ ഒരു സാധനം വെച്ചത്. ഈ ഒരു YRCS എന്ന് വെച്ചാൽ യമഹ എയർ കൂളിംഗ് റാമ്പിംഗ് സിസ്റ്റം എന്നാണ് ഇതിനെ പറയാറ്. അപ്പൊ ഈ ഒരു സാധനം അഴിച്ചാലും കളയരുത്. കളയുന്നവർക്ക് ഇതിനൊരു പണി കിട്ടാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ എഴുതാൻ മറന്നു പിടിക്കണം.